അവർക്ക് എന്തൊക്കെ അറിവ് പകർന്നു കൊടുക്കാമോ, അവരെ ഏതൊക്കെ തരത്തിൽ അവയർനെസ് കൊടുക്കാമോ അത് കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആവശ്യമുള്ള മാത്രമേ. പണ്ട് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെന്റുകൾ പോലും അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിലേക്ക് ആയി. കുറേയധികം പെൺകുട്ടികളൊന്നും ഞാൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എൻ്റെ ഇതിൽ സംസാരിച്ചു. വിൻസെന്റ് സാറിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു അന്ന് റോഡ് ഫണ്ട് ബോർഡിന്റെ പ്രോജക്ട് മാനേജറായിട്ടാണ്. ഞാനന്ന് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്നു. PWDയുടെ അവിടെ നിന്നാണല്ലോ PWD സെക്രട്ടറി. അന്ന് ടോം ജോസ് സാറായിരുന്നു PWD സെക്രട്ടറി. ടോം ജോസ് സാറിൻ്റെ അടുത്ത് ഞാൻ ഈ PWDയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ഹിയറിങ്ങിനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ടോം ജോസ് സാറിന് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ടോം ജോസ് സാറ് അന്ന് എനിക്ക് തോന്നുന്നു മോൻസ് ജോസഫ് ആയിരുന്നിരിക്കണം നമ്മളെ മന്ത്രി, ഞാൻ ഓർക്കുന്നു. മോൻസ് ജോസഫ് മന്ത്രിയായിരുന്ന കാലത്താണ് ഞാൻ കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലാവുന്നത്. ആ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്ന എന്നെ 110 കിലോമീറ്ററോളം തിരുവനന്തപുരം നഗരത്തിലെ റോഡുകൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്നുള്ള PPP എന്നുള്ള ഒരു സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ ആനുവിറ്റി ബേസിലാണെന്നൊരു കോൺട്രാക്ട് ഉണ്ടാവുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോഡ് ഫണ്ട് ബോർഡിൻ്റെ ഒരു പ്രഥമ പ്രോജക്റ്റ് അന്നാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് വരുന്നതെന്ന് തോന്നുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ അതായത് പിന്നെ കേരള റോഡ് ഫണ്ട് ബോർഡ് എന്ന് പറയുന്നത് കേരള PWDയുടെ 2000 ന്യൂ മില്ലനിയം ബേബിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ റോഡ് ഫണ്ട് ബോർഡ് ഇവിടെ ഒരു 110 കിലോമീറ്റർ ആണ്, ശരിയാണെന്ന് തോന്നുന്നു. 110 കിലോമീറ്റർ അതിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഈ നഗരത്തിൽ വികസനം വരുമ്പോൾ ഒത്തിരി റെസിസ്റ്റൻസുകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവും. അങ്ങനെയാണ് എന്നെ റോഡ് ഫണ്ട് ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് വയ്ക്കുന്നത്. ആ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്നുള്ള നിലയിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് PWD സെക്രട്ടറിയുടെ അവിടെ നിന്നായിരുന്നു എനിക്ക് ഡയറക്ഷൻ തരുന്നത്. ആ ഡയറക്ഷൻ അനുസരിച്ചാണ് സാർ ഓർക്കുന്നുണ്ടായിരിക്കണം, ഒരു പുന്നൻ റോഡിലുള്ള ഒരു പ്രോപ്പർട്ടി പൊളിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന് എല്ലാവരും ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് എന്തോ ഒരു ഏകപക്ഷീയ നിലപാട് എടുത്തു എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടുന്ന് കുറേ എന്തോ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് അന്ന് കവടിയാറിനടുത്ത് ഉണ്ടായിരുന്ന റോഡ് ഫണ്ട് ബോർഡിന്റെ ഓഫീസിലേക്ക് ഒരു മാർച്ചോ എന്തോ വരികയാണ്. അപ്പോഴാണ് എനിക്ക് PWD സെക്രട്ടറി അടുത്തുനിന്ന് ആവശ്യമായ പോലീസ് ലൈസൻസിങ്ങും നിയമപരമായ ആവശ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടപെടണം എന്നുള്ള ഒരു നിർദ്ദേശത്തെ തുടർന്നാണ് ഞാൻ റോഡ് ഫണ്ട് ബോർഡിന്റെ ഓഫീസിലേക്ക് പ്രോജക്ട് മാനേജറെ കണ്ട് ഇത്തരം വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനായിട്ട് ഞാൻ വന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. അതെ, പിന്നെ റോഡ് വൈഡനിങ്ങിന് വേണ്ടി നമുക്ക് ഒത്തിരി പേരുടെ സ്ഥലം എടുക്കണം. അന്നും ഇതുപോലെ ഈ റോഡ് ഫണ്ട് ബോർഡ് തന്നെ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു ഈ റോഡിൽ ബോർഡ് വെക്കുന്ന കാര്യങ്ങൾ. ഇപ്പോഴാണല്ലോ കേരള ഹൈക്കോടതിയുടെ പ്രത്യേക സ്ട്രിക്റ്റ് നിർദ്ദേശത്തെയും കേരള ഹൈക്കോടതിയുടെ ഗൗരവകരമായ ഒരു ഇടപെടലിനെയൊക്കെ തുടർന്ന് ഇപ്പോഴാണല്ലോ ഈ ബോർഡ് വയ്ക്കുന്നതും ഒക്കെ ആയിട്ട് റോഡിൽ പിന്നെ പ്രോഗ്രാമുകൾ നടത്തുന്നതിനൊക്കെ നിയന്ത്രണങ്ങൾ വന്നത്. അന്ന് ഒരു നിയന്ത്രണവും ഇല്ലാതെ റോഡ് ഫണ്ട് ബോർഡ് പറഞ്ഞാലും കേൾക്കത്തില്ല, നാഷണൽ ഹൈവേ പറഞ്ഞാലും കേൾക്കത്തില്ല. എനിക്ക് തോന്നുന്നത് ഈ 110 കിലോമീറ്ററിനും കൂടെ ഒരു നാഷണൽ ഹൈവേ ആക്ടിനകത്ത് ഉൾപ്പെടുത്തി എന്തോ ഒരു നിയമം റോഡ് ഫണ്ട് ബോർഡ് ആക്ട്, ഹൈവേ പ്രൊട്ടക്ഷൻ ആക്ട് ആക്ടും അതിന്റെ കൂടെ വരികയാണ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും എന്തിനാണ് റോഡ് ഫണ്ട് ബോർഡ് എടുക്കുന്നത്, പിന്നെ PWD ഉണ്ടല്ലോ. അപ്പൊ ഈ PPP നമ്മൾ നേരത്തെ പറഞ്ഞ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, അതായത് പൊതുജനത്തിന്റെ, അതായത് ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ കൂടെ ഇതിൽ ഉടക്കി ചെയ്യണം. അപ്പൊ എയർപോർട്ട് ആധുനിക കാലഘട്ടത്തിൽ മൊത്തവും അങ്ങനെ വികസനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുമല്ലോ, പണ്ട് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പൊ ഇരിക്കുന്ന ഗവൺമെന്റുകൾ പോലും അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിലേക്ക് ആയി. 95 കാലഘട്ടത്തിൽ നമ്മൾ പറയും പിന്നെ എന്താ പ്രൈവറ്റൈസേഷൻ, മോഡേണൈസേഷൻ, അതായത് പിന്നെ സ്വകാര്യവൽക്കരണം പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ തന്നെ സ്വകാര്യവൽക്കരണം വേണ്ടി വരുന്നു എന്ന സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. 2000 ആദ്യമായിട്ട്, അതായത് എക്സാമ്പിൾ ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI, നാഷണൽ ഹൈവേക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ NHAIക്ക് ഈ ടോൾ പിരിച്ചുള്ള പ്രൈവറ്റ് വർക്ക് ചെയ്യാനൊക്കെ ഉള്ളൂ. കാരണം
ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് വരണമെങ്കിൽ അക്കൗണ്ട് അവർക്ക് ട്രഷറിയിലാകാൻ പാടില്ല, ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകണം. ഓക്കെ ഓക്കെ. അതൊരു എസ്ക്രോ അക്കൗണ്ട് പോലെ എന്തെങ്കിലും ഒരു അക്കൗണ്ട് ആയിരിക്കുമോ? ഇല്ല, അതായത് വെളിയിലുള്ള ഒരു പ്രൈവറ്റ് ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് മന്ത്ലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ റീപേയ്മെന്റ് നടത്തുമ്പോൾ ഇപ്പൊ ട്രഷറിയിലാണ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഗവൺമെന്റ് കാൻ എനി ടൈം ട്രഷറിയിൽ പൈസ മറ്റത് വരാൻ വേണ്ടി. അപ്പൊ അതിനുവേണ്ടി റോഡ് ഫണ്ട് ആക്ട് വരികയും ആ ആക്ടിന്റെ ഇന്ന് നമ്മൾ കിഫ്ബി എന്ന് പറഞ്ഞില്ലേ, കിഫ്ബി ആക്ച്വലി വന്നത് റോഡ് ഫണ്ട് ബോർഡിന്റെ മോഡൽ നിന്ന് റോഡ് ഫണ്ട് ബോർഡിനെ കൂടെ ഇൻക്ലൂസീവ് ആക്കിക്കൊണ്ട്. യഥാർത്ഥത്തിൽ സാറിന്റെയും നമ്മുടെയൊക്കെ ഒരു അഭിപ്രായത്തില് ഈ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഒരു അനിവാര്യമാണ് ഈ കാലഘട്ടത്തിൽ, അല്ലേ? അല്ലാതെ ഗവൺമെന്റുകൾക്ക് മാത്രം എടുക്കാൻ നോക്കില്ല. പണ്ട് തൊട്ടേ ഇപ്പൊ ഭരണത്തിലുള്ളവരല്ല, പണ്ട് തൊട്ടേ ഭരിക്കുന്ന ആളുകൾ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ വേണമെന്ന് പറയുമ്പോൾ ഇന്നത്തെ ഭരണത്തിലിരിക്കുന്നവരൊക്കെ അന്ന് അതിനെ എതിർത്തിരുന്നു. ഇപ്പൊ പക്ഷെ അത് അവരുടെയും നിലപാടുകളിൽ ഇപ്പൊ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അതായത് കേരള ഗവൺമെന്റിന്റെ ആദ്യത്തെ പബ്ലിക് PPP പ്രോജക്റ്റ് ആണ് ഈ 114.2 കിലോമീറ്റർ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ്. രണ്ടാമത്തതാണ് വിഴിഞ്ഞം നാഷണൽ പോർട്ട്, പ്രൈവറ്റ് അദാനി വരുന്നത്. അപ്പൊ ഈ വിഴിഞ്ഞം അദാനി പോയിട്ട് വരുമ്പോൾ പ്രൈവറ്റൈസേഷൻ എതിരായിട്ട് വന്ന ആ പോലുള്ള അത്രയും ഇത് അന്ന് അത്രത്തോളം വരുന്നില്ല. ഈ റോഡ് ഫണ്ട് ബോർഡ് നല്ല നിലയിൽ തന്നെ ഇപ്പോഴും പ്രവർത്തിച്ചു പോകുന്നുണ്ടോ? ഇപ്പൊ ഈ സ്മാർട്ട് സിറ്റിയുടെ പദ്ധതിയൊക്കെ വന്നതും റോഡ് ഫണ്ട് ബോർഡുമായിട്ട് എങ്ങനെയാ കോറിലേറ്റ് ചെയ്യുന്നത്? റോഡ് ഫണ്ട് ബോർഡിന്റെ എങ്ങനെയാണ് റോഡ് ഫണ്ട് ബോർഡിനെ ഇപ്പം കിഫ്ബി വിഴുങ്ങി. റോഡ് ഫണ്ട് ബോർഡ് കിഫ്ബിയുടെ അണ്ടർലൈൻ. അപ്പൊ റോഡ് ഫണ്ട് ബോർഡിന് എങ്ങനെയാണ്? റോഡ് ഫണ്ട് ബോർഡിന് ഇപ്പൊ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഇല്ല. അപ്പോ കിഫ്ബിയുടെ ഒരു SPV പോലെ ആക്കി. അതായത് റോഡ് പണി ചെയ്യാൻ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, അതായത് റോഡിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനാണ് റോഡ് ഫണ്ട് ബോർഡ്. അത് PPP മോഡൽ. കിഫ്ബി ആണെങ്കിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച്, റോഡ് കൂടാതെ ബിൽഡിംഗ് ആയാലും അതാ ഞാൻ പറഞ്ഞത് ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയാണെന്നാണ് വയ്പ്. അപ്പം പിന്നെ കേരള ഹൈവേ പ്രൊട്ടക്ഷൻ ആക്ട്, റോഡ് ഫണ്ട് ബോർഡ് ആക്ട് അനുസരിച്ച് സോഴ്സ് ഓഫ് ഫണ്ട് റോഡ് ഫണ്ട് ബോർഡിനെ ഉള്ളൂ എൻഷുർഡ് ആയിട്ട്. ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയാം. നമ്മൾ പെട്രോളിനും ഡീസലിനും അടിക്കുമ്പോൾ നമുക്ക് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേരള ഗവൺമെന്റ് ഫണ്ട് കൂടുതൽ കിട്ടുന്നതെന്ന് പറയുന്നില്ലേ, അത് ആക്ച്വലി റോഡ് ഫണ്ട് ബോർഡിനാണ് കിട്ടുന്നത്. അതായത് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് മനസ്സിലായി. അതായത് ഒരു ലിറ്റർ പെട്രോൾ കേരളത്തിൽ അടിക്കുമ്പോൾ അതിൽ പറഞ്ഞ ഈ സെസ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഇപ്പം 110 രൂപ ഇതുണ്ട്. അതിലൊരു 25 റുപ്പി അപ്രോക്സിമേറ്റ് ആണ് എന്റെ ഫിഗർ 25 റുപ്പീസോളം. അത് കിഫ്ബിക്ക് ഫണ്ട് കണ്ടെത്തുന്നത് ഈ സെസ് വഴിയാണെന്ന് അവരൊരു തീരുമാനമെടുത്ത് നടപ്പിലാക്കിയ റോഡ് ഫണ്ട് ബോർഡിനാണ് അത് കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഇപ്പൊ റോഡ് ഫണ്ട് ബോർഡിന്റെ അത് നിലച്ചു, അതിനെ കിഫ്ബിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഡീസലാണ് അടിക്കുന്നതെങ്കിൽ അതിന്റെ ഫണ്ട് പിന്നെ സെൻട്രൽ ഫണ്ട് ബോർഡുണ്ട്, അതായത് സെൻട്രൽ റോഡ് ഫണ്ട് ഉണ്ട്. ഏതായാലും തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം റോഡ് ഫണ്ട് ബോർഡ് നിലനിൽക്കുന്നതായിരുന്നു ഏറ്റവും കൂടുതൽ നല്ലത്, അല്ലേ? റോഡ് ഫണ്ട് ബോർഡ് നിലനിൽക്കുന്നുണ്ട്, ഇപ്പൊ കിഫ്ബിയുടെ കീഴിലാണ്. ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. സ്വന്തമായി അതിന് മുമ്പോട്ട് നീങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. റോഡ് ഫണ്ട് ബോർഡ് കാരണം ഈ റോഡ് ഫണ്ട് ബോർഡാണ് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പിന്നെ PPP ചെയ്തത്. അത് പിന്നെ അത് 15 കൊല്ലത്തേക്കായിരുന്നു തുടങ്ങിയത്. അതിന്റെ ഓരോരോ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് 15 കൊല്ലം ആയില്ല, അപ്പോഴത്തേക്ക് അവരങ്ങ് ഒഴിവാക്കി. ഇതിന്റെ ഈ റോഡ് ഫണ്ട് ബോർഡ് തന്നെയാണ് ഈ വഞ്ചൂരിലെ ഉപ്പളാമൂട് പാലം മുതൽ അഭിഭാഷകർക്ക് അതിന് എക്സ്റ്റൻഷൻ ആയിട്ട് ഇപ്പോ വീണ്ടും എന്തോ ഒരു പദ്ധതി വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ ഇല്ല. അതാണ് ഇതിന്റെ ഒരു താമസം കാരണം. അപ്പൊ അത് ഇനി ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്നത് PWDയോ അതുപോലെ കിഫ്ബിയോ നേരിട്ട് അങ്ങനെ ആയിരിക്കും. ഈ റോഡ് ഫണ്ട് ബോർഡിന്റെ സ്വതന്ത്രമായിട്ട് റോഡ് ഡെവലപ്മെന്റിന് വേണ്ടി പെട്രോളിന്റെ സെസ് ഉപയോഗിക്കാനുള്ള ആ കാര്യക്ഷമത നഷ്ടപ്പെട്ടു. കിഫ്ബി വന്നു. അപ്പൊ കിഫ്ബി വന്നത് കൊണ്ട് റോഡ് ഫണ്ട് ബോർഡിന്റെ കാര്യക്ഷമത നഷ്ടപ്പെട്ടു എന്ന് വേണം ചുരുക്കത്തിൽ പറയാൻ.
അതായത് അവര് അതിന് ഇതിന്റെ ഒരു അതെ, അതെ, അതെ. അതായത് സ്വതന്ത്രമായി ഓടിക്കൊണ്ടിരുന്ന ഒരു കുതിരയെ ഇവര് അതിന്റെ കീഴിലാക്കിയിട്ട് നമുക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു കഴുത പോലെ ആക്കി ഈ കിഫ്ബിയുടെ ചുമട് വാങ്ങുന്നത്. അതായത് ഈ കഴുതയ്ക്ക് കിട്ടുന്ന പുല്ലാണ് ഈ സെസ്, അത് അവരെടുക്കുന്നു, ഇവരുടെ ചുമട്. ഏതായാലും റിട്ടയർമെന്റിന് ശേഷമുള്ള ഈ പിന്നെ വിശ്രമ ജീവിതത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾക്ക് പകർന്നു കൊടുക്കുകയും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഒരു എൻഗേജ്ഡ് ആണ്, നല്ലതാണ്. ഞാൻ റിട്ടയർ ചെയ്തിട്ട് വിശ്രമിക്കുന്നില്ല. അതായത് നമ്മുടെ ഓഫീസിൽ തന്നെ വരുന്നു. പിന്നെ ആക്റ്റീവാണ്. പിന്നെ ഈ എനിക്ക് ഒരു തിക്താനുഭവം ഉണ്ടായി. അതായത് ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പം ഈ നമ്മുടെ കോവിഡിന് ശേഷം ആദ്യമായിട്ട് റോഡ് സേഫ്റ്റിയുടെ ക്ലാസ് എടുക്കുന്ന ആളാണ്. കുട്ടികൾക്ക് ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും എടുത്തതിനെ കുറിച്ച് ക്ലാസ് എടുക്കുക. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പോയപ്പോഴത്തേക്കും കുട്ടികൾ എന്നെ വല്ലാതെ, കാരണം ഞാൻ പ്രത്യേകിച്ച് ആക്സിഡന്റ് വരുമ്പോൾ വി ഹാവ് ടു പ്രൊട്ടക്ട്. അപ്പൊ ആർക്കെങ്കിലും ആക്സിഡന്റ് വന്നിട്ടുണ്ട്, അതായത് ബൈക്കിൽ പോകുമ്പോൾ വേറൊരു ബൈക്ക് വന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ മറിയാൻ പോവുകയോ ചെയ്യുന്നത്, അങ്ങനെ പെൺകുട്ടികളാരും പറയാത്ത സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഒരു ആക്സിഡന്റ് എക്സാമ്പിൾ പറഞ്ഞു. ഞാൻ വൈഫുമായിട്ട് പോകുമ്പോൾ ഫേസ് ചെയ്തു ബസ് മറിയുന്ന സമയത്ത്. വൈഫ് വാസ് വെരി ക്യൂരിയസ് അബൌട്ട് പ്രൊട്ടക്ടിങ് ദ ബിലോങ്ങിങ്സ്. സൂട്ട് കേസ് ഞാനാണെങ്കിൽ വൈഫ് ഈ സൂട്ട് കേസിന് എടുക്കാൻ പോകുന്നത് വൈഫിനെ പിടിച്ചോണ്ടിരിക്കുന്ന വൈഫിനെ കുറിച്ചാണ് നമ്മുടെ വൈഫിനെ പിടിക്കുന്നത്. അപ്പോഴത്തേക്കും അപ്പൊ ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, സ്വാഭാവികമായി ലേഡീസ് ആർ ലൈക്ക് ദാറ്റ്, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് പെണ്ണുങ്ങൾ അങ്ങനെ ആയിരിക്കും. ഇത് കഴിഞ്ഞ ശേഷം ഒരു പെൺകുട്ടി കുറേയധികം ലേള കോളേജിൽ വെച്ചാ കുറേയധികം പെൺകുട്ടികൾ ഞാൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എൻ്റെ ഇതിൽ സംസാരിച്ചു. അപ്പൊ എന്താ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ? പെണ്ണുങ്ങളെ കുറിച്ച്, പെണ്ണുങ്ങൾ രണ്ടാം തരം പൗരന്മാരായിട്ട് ഞാൻ സംസാരിച്ചു. ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടല്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല പെൺകുട്ടികൾ ആരെങ്കിലും ആക്സിഡന്റ് ഫേസ് ചെയ്തിട്ടുണ്ടോ. ഞാനൊരു എക്സാമ്പിളും പറഞ്ഞു. നമ്മുടെ ഒരു പഴയ മുൻ മന്ത്രി MLA ആയിരുന്നു, ആക്സിഡന്റ് പറ്റിയപ്പോൾ അദ്ദേഹം ഓട്ടോറിക്ഷ മറിഞ്ഞിട്ടും അദ്ദേഹം കാലിൽ മുറിവ് മാത്രമായിരുന്നു. കാരണം ഹി വാസ് ക്യൂരിയസ് അബൌട്ട്. അപ്പൊ അത് എക്സ്പ്ലെയിൻ പ്പെട്ട് സംസാരിച്ചു എന്നുള്ള ഒരു വിഷമം ഉണ്ടായി. അപ്പൊ ഞാനിത് ഞങ്ങളുടെ റിട്ടയർഡ് എഞ്ചിനീയേഴ്സിന്റെ ഫോറം ഉണ്ട്, ഞങ്ങൾ എവരി മന്ത് മീറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, അപ്പൊ എല്ലാവരും ക്ലാസ് എടുക്കുന്ന കാര്യം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നപ്പോ അപ്പൊ പറഞ്ഞു, എടാ നീ നിന്റെ ബൈബിളിൽ പറയുന്ന പോലെ ഉണ്ട്, നിന്റെ സത്വജനം അർഹിക്കുന്നില്ല ഇന്നത്തെ തലമുറ. അത് Y2K ഇയർ 2000 ക്രൈസിസ്, 2000 ഇത് Y2 കിഡ്സ്, 2000-ന് ശേഷം ജനിച്ച കുട്ടികൾ. അതൊരു പ്രത്യേകിച്ച് എന്നോട് എൻ്റെ ഒരു സാറ് പറഞ്ഞത്, അവര് നമ്മൾ എന്ത് വിചാരിക്കുന്നു അങ്ങനെ ആയിരിക്കില്ല എടുക്കുന്നത്. സോ നിന്റെ ക്ലാസ് അവര് അർഹിക്കുന്നില്ല. മാത്രമല്ല ഇതിന് ശേഷം കോവിഡിന് ശേഷം സംസാരിക്കുമ്പോൾ കുറച്ച് വലിഞ്ഞു വരും. ഐ ഹാവ് ടു ടേക്ക് എഫർട്ട് ടു ടോക്ക്. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനുള്ള ഇത് എടുക്കാതെ വരുമ്പോഴത്തേക്ക് അങ്ങനെ അല്ല, നമുക്ക് ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കണക്ക് എൻജിനീയേഴ്സിൻ്റെ ഒരു ഫോറം പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അതിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കാൻ കഴിയുന്ന ഒരു തലമുറയ്ക്ക് എന്തൊക്കെ അറിവ് പകർന്നു കൊടുക്കാമോ, അവരെ ഏതൊക്കെ തരത്തിൽ അവയർനെസ് കൊടുക്കാമോ അത് കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അല്ല, അവര് ആവശ്യപ്പെട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണെന്ന് സമൂഹമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല ശരി. അവർക്ക് അറിവുകൾ പകർന്നു കൊടുക്കുകയും അവർക്ക് ക്ലാസ് എടുക്കുകയും, ആരെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നത് എല്ലാവരും അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കേട്ടോണ്ടിരിക്കണമെന്നില്ല. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് മനസ്സിനെ ഹർട്ട് ചെയ്യുന്ന തരത്തിൽ ആയി പോകുന്നു എന്നുള്ള അത് നമ്മളെ ഒരു പ്രത്യേക ചിന്തയാണ്. അത് അങ്ങനെ അല്ല, ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആയിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി സാർ. അത് അതിനകത്ത് വിഷമിക്കരുത് എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാം. അപ്പോൾ ഏതായാലും കുറെ നാളായി കണ്ട് വളരെ സന്തോഷം. എല്ലാവിധ ഭാവുകങ്ങളും നേരും.